الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما يا رب العالمين. പ്രിയമുള്ള പണ്ഡിതന്മാരെ, പ്രബോധകരെ, സഹോദരന്മാരെ, സഹോദരികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽ ഉസൂലു സലാസയുടെ 12ാമത്തെ ക്ലാസ്സിലാണ് നാം ഈ സ്ഥലത്ത് ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. നാളെ നമുക്കെല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിൽ സാലിഹായ അമലായി അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. മറാത്തിബുദ്ദീൻ എന്ന തലക്കെട്ടിലാണ് നാം അവസാനമായി വിഷയങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാം ദീൻ എന്താകുന്നു? അൽ മർത്തബത്തു സാനിയ അഥവാ അൽ അസ്ലു സാനി. അൽ ഉസൂലു സലാസയുടെ രണ്ടാമത്തെ അടിസ്ഥാന കാര്യം എന്താകുന്നു? മഅരിഫത്തുൽ അബ്ദി ദീനഹു ദീനൽ ഇസ്ലാം ബിൽ അദില്ല. തെളിവ് സഹിതം ഇസ്ലാം ദീനിനെ കുറിച്ച് അറിയുക, പഠിക്കുക. ഇസ്ലാം ദീന് എത്ര മർത്തബകളുണ്ട്? 3 മർത്തബകളുണ്ട് ഇസ്ലാമിന്. മറാത്തിബുദ്ദീൻ എന്നാണ് പണ്ഡിതന്മാർ പറയാറുള്ളത്. നമ്മുടെ ദീനിന് എത്ര മർത്തബകളുണ്ട്? 3 മർത്തബകൾ. ഒന്നെന്താണ്? അൽ ഇസ്ലാം, 2 അൽ ഈമാൻ, 3 അൽ ഇഹ്സാൻ. ഇവിടെ ഇസ്ലാമും ഈമാനും ഒരുമിച്ച് ഉദ്ധരിക്കപ്പെട്ടു. അപ്പോൾ ഇസ്ലാമിൻ്റെ അർത്ഥം ഒന്നും ഈമാനിൻ്റെ അർത്ഥം വേറൊന്നുമാണ്. ഇസ്ലാം എന്നാൽ എന്തായി മാറി? ബാഹ്യമായ കർമ്മങ്ങൾ എന്ന അർത്ഥത്തിലായി. ഈമാൻ എന്ന് വെച്ചാൽ വിശ്വാസത്തെ ദൃഢപ്പെടുത്തുക, വിശ്വാസവുമായി ബന്ധപ്പെട്ട മർത്തബയാണ്. അപ്പോൾ അൽ ഇസ്ലാം, അൽ ഈമാൻ ഒരുമിച്ച് പറയപ്പെടുമ്പോൾ ഇസ്ലാം എന്ന ആ പൊതു അർത്ഥത്തിൽ ആരുൾപ്പെട്ടു? കപടവിശ്വാസികൾ ഉൾപ്പെട്ടു. മനസ്സിലായല്ലോ? കപടവിശ്വാസികൾ ബാഹ്യമായി അവർ മുസ്ലിമീങ്ങളാണ്. എന്നാൽ അവർ മുഅ്മിനീങ്ങളാണോ? അല്ല. കാരണം യഥാർത്ഥ വിശ്വാസികളെ കുറിച്ചാണ് മുഅ്മിനീങ്ങൾ എന്ന് പറയേണ്ടത്. ഈ യഥാർത്ഥ വിശ്വാസി അവൻ്റെ ഈമാനിൻ്റെ അളവ് വർദ്ധിച്ചു കഴിഞ്ഞാൽ, അവൻ്റെ ഇഖ്ലാസ്, ആത്മാർത്ഥത, അതിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ അവൻ ഇഹ്സാൻ എന്ന ആ മഹാഘട്ടത്തിലേക്ക് എത്തിപ്പെടുന്നു. അതാകുന്നു ഇന്ന് നാം പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. എന്താണ്? ഇസ്ലാം എന്ന ദീനിൻ്റെ 3ാമത്തെ ഘട്ടം, 3ാമത്തെ മർത്തബ. അതെന്താകുന്നു? അൽ ഇഹ്സാൻ. അലൈക്കുമുസ്സലാം വറഹ്മത്തുള്ളാഹി. കഴിഞ്ഞ ക്ലാസ്സിൽ നാം 2ാമത്തെ മർത്തബയെക്കുറിച്ച് ചർച്ച ചെയ്തു. ഈമാനിൻ്റെ അർക്കാനുകൾ, റുക്നുകൾ, ഈമാൻ കാര്യങ്ങൾ എത്രയാകുന്നു? 6 ആകുന്നു. ഓരോ റുക്നിനെയും കുറിച്ച് നാം വിശദീകരിച്ചു അല്ലേ? അൽ ഈമാനു ബില്ലാഹ്, അള്ളാഹുവിൽ വിശ്വാസം. എന്താ അതിൻ്റെ അർത്ഥം? മലക്കുകളിൽ വിശ്വാസം, പ്രവാചകന്മാരിൽ വിശ്വാസം. അതിനൊക്കെ ഉദ്ദേശങ്ങളുണ്ട് അല്ലേ? അതേപോലെ വിധിയിലുള്ള വിശ്വാസം പറയുമ്പം മറാത്തിബുൽ ഖദർ നാം പഠിച്ചു. അതായത് വിധിയിലുള്ള വിശ്വാസത്തിൽ 4 കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഒന്നെന്താണ്? അള്ളാഹു എല്ലാ കാര്യത്തെക്കുറിച്ചും അറിയുന്നവനാണ്.
അറിഞ്ഞതെല്ലാം അല്ലാഹു തആല രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ കാര്യങ്ങളെയും സൃഷ്ടിച്ചവനാകുന്നു. അല്ലാഹു തആല എല്ലാ സൃഷ്ടികളെയും സൃഷ്ടിച്ചവനാകുന്നു. അതേപോലെ തന്നെ നാലാമത്തെ മർത്തബ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മശീഅത്ത്, അവൻ്റെ ഉദ്ദേശം. അപ്പോൾ ഈ 4 മർത്തബകൾ മറാത്തിബുൽ ഖദർ എന്ന് പറയും. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അറിവ് ഒന്നും അവൻ ആ അറിവ് രേഖപ്പെടുത്തുന്നത് വേറൊന്നുമാണ്. ശരി, അല്ലാഹു തആല ഭൂതകാലത്തുള്ളതും ഭാവി കാലത്തുള്ളതും എല്ലാം അറിയുന്നവനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമികളെ സൃഷ്ടിക്കുന്നതിന് 50,000 വർഷങ്ങൾക്ക് മുമ്പ് കതബ മഖാദീർ അൽ ഖൽഖ്, സൃഷ്ടികളുടെ വിധികൾ അല്ലാഹു രേഖപ്പെടുത്തി. ഇത് മനസ്സിലാക്കേണ്ടതാണ്. 50,000 വർഷങ്ങൾക്ക് അതെല്ലാം അല്ലാഹു സൃഷ്ടിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഉദ്ദേശമാകുന്നു അവസാനത്തെ മർത്തബ. ഈ മറാത്തിബുൽ ഖദർ എന്ന് പറയും. ഇതൊക്കെ നാം കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചതാണ്. അതേപോലെ ഈമാന് ബിദ്ഉൻ വസബ്ഊന ശുഅബ, ഇമാം ബുഖാരിയുടെ റിവായത്തിൽ ബിദ്ഉൻ വസിത്തൂന ശുഅബ, അതാണ് ഇബ്നു ഹജർ അസ്ഖലാനി പോലെ പണ്ഡിതന്മാരൊക്കെ ഏറ്റവും റാജിഹായ റിവായത്ത് എന്ന് പറഞ്ഞത്. അഥവാ 70 ചില്ലാന ശാഖകൾ അല്ലെങ്കിൽ 60 ചില്ലാന ശാഖകൾ ആകുന്നു ഈമാന്. അതിലേറ്റവും ഉന്നതമായ ശാഖ എന്താകുന്നു? ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഏറ്റവും ഉന്നതമായ ശാഖ. അതുകൊണ്ട് തന്നെ നാം പറഞ്ഞു ഈമാനിൻ്റെ ഏറ്റവും ഉന്നതമായ ശാഖക്കാണ് നാം മുൻഗണന കൊടുക്കേണ്ടത്. കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചാണ്. അപ്പോൾ നമ്മൾ പ്രബോധകർ, ദാഇമാർ ദഅവ രംഗത്ത് മുൻഗണന കൊടുക്കേണ്ടതും ഈ ഏറ്റവും ഉന്നതമായ ശാഖയ്ക്ക് വേണ്ടിയാണ്. അതിനെ ക്ഷതം വരുത്തുന്ന ഏതൊരു കാര്യത്തെയും നാം എതിർക്കേണ്ടതുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടതാണെന്ത്? ശിർക്ക്. ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് നേരെ വിരുദ്ധമായ കാര്യം എന്താകുന്നു? ശിർക്കാകുന്നു. അതിനെ എതിർക്കുകയും വേണം. അദ്നാഹ, അവയിൽ ഏറ്റവും താഴെയുള്ള ശാഖ എന്താണ്? ഇമാതത്തുൽ അദാ അനിത് തരീഖ്, വഴിയിൽ നിന്ന് ഉപദ്രവത്തെ നീക്കം ചെയ്യുക. വൽ ഹയാഉ ശുഅബത്തുൻ മിനൽ ഈമാൻ, ലജ്ജ ഈമാനിൻ്റെ ഒരു ശാഖയാണ്, ശുഅബത്താണ്. അൽ ഹയാഇൻ്റെ അർത്ഥം നാം വിശദീകരിച്ചു. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഹയാഇനെ കുറിച്ച് പറഞ്ഞു അല്ലേ? അശദ്ദ ഹയാഅൻ മിനൽ അദ്റാഇ ഫീ ഖിദ്രിഹ, അതായത് കന്യകയായ പെൺകുട്ടി വീട്ടിനകത്ത് മറക്കുള്ളിൽ ഒളിച്ചിരിപ്പുള്ള ആ പെൺകുട്ടിയേക്കാൾ ഹയാ ഉള്ള പ്രവാചകനായിരുന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ എന്താണ് നബിയുടെ ഹയാ? നബിയുടെ ഹയാ എന്ന് പറഞ്ഞാൽ ഒരു യഥാർത്ഥ വിശ്വാസിക്കുണ്ടാകേണ്ട ഏറ്റവും ഉത്തമമായ ഹയാ ആണ്. നന്മ ചെയ്യാൻ പ്രേരിപ്പിക്കുകയും തിന്മയിൽ നിന്ന് തടസ്സപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു സ്വഭാവമാണ് ഏത്? ഹയാ എന്ന് പറയുമ്പോൾ അള്ളാഹുവിനെ ലജ്ജിച്ചുകൊണ്ട്, അള്ളാഹുവിനോട് നമുക്ക് ഹയാ ഉണ്ടായതുകൊണ്ട് തന്നെ തിന്മ ചെയ്യാൻ നമ്മൾ മടിക്കുന്നു. നന്മ ചെയ്യുമ്പോൾ നന്മ ചെയ്യാൻ നാം ആഗ്രഹിക്കുന്നു. എന്നാൽ ശർഇൽ മദ്മൂമായ അല്ലെങ്കിൽ ആക്ഷേപിക്കപ്പെട്ട ഒരു ഹയാ ഉണ്ട്. എന്താണത്? നന്മ ചെയ്യുന്ന കാര്യത്തിൽ ഹയാ നാം മടിക്കുക. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറയുന്നത് ലാ യനാലുൽ ഇൽമ മുസ്തഹ്യിൻ വലാ മുസ്തക്ബിർ, ലജ്ജയുള്ളവനും അഹങ്കാരമുള്ളവനും അഹങ്കാരിക്കും ഇൽമ് ലഭിക്കുകയില്ല. അപ്പോൾ ഇൽമ് നമുക്ക് ലഭിക്കുന്ന വിഷയത്തിൽ തടസ്സപ്പെടുത്തുന്ന ഹയാ അതെന്താണ്? നല്ല ഹയാ അല്ല.
അപ്പോൾ ഇന്ന് നാം പഠിക്കാൻ പോകുന്നത് ഷെയ്ഖിൻ്റെ ഇൻഷാ അല്ലാഹ് അൽ ഇഹ്സാനുമായി ബന്ധപ്പെട്ട അൽ ഇഹ്സാൻ എന്ന മർത്തബയുമായി ബന്ധപ്പെട്ട ഉദ്ധരണിയാണ്. ഷെയ്ഖ് പറയുന്നു, അൽ മർത്തബത്തു സാലിസ അൽ ഇഹ്സാൻ. മൂന്നാമത്തെ മർത്തബ എന്താണ്? അൽ ഇഹ്സാൻ ആകുന്നു. അർക്കാനുഹു വലഹു റുക്നുൻ വാഹിദ്. അതായത് ഇഹ്സാനിന് എത്ര റുക്നുണ്ട്? ഒരു റുക്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇസ്ലാമിന് 5 റുക്നുകൾ അല്ലേ പഠിച്ചു. അതേപോലെ ഈമാനിന് 6 റുക്നുകൾ പഠിച്ചു. ഇഹ്സാനിന് ഒരു റുക്നേ ഉള്ളൂ. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലൂടെ പഠിപ്പിക്കുന്നത്. അൻ തഅബ്ദുല്ലാഹ കഅന്നക തറാഹ് ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്. അൻ തഅബ്ദുല്ലാഹ കഅന്നക തറാഹ്. താങ്കൾ അള്ളാഹുവിനെ കാണുന്നത് പോലെ അള്ളാഹുവിനെ ആരാധിക്കുക. ഫഇൻ ലം തകുൻ തറാഹു. താങ്കൾ അവനെ കാണുന്നില്ലെങ്കിലും അവൻ താങ്കളെ കാണുന്നുണ്ട്. ദലീൽ, ഇതിനുള്ള തെളിവ് നമ്മൾ പലപ്പോഴും ഉസൂൽ സലാത്ത് വിശദീകരിക്കുമ്പോൾ ആദ്യം ഷെയ്ഖിൻ്റെ ഇബാറത്ത് വായിച്ച് അർത്ഥം വെക്കും, എന്നിട്ട് വിശദീകരണത്തിലേക്ക് പ്രവേശിക്കും. ദലീലു ഖൗലുഹു തആല. ഇതിന് തെളിവെന്താണ്? ഇഹ്സാൻ എന്ന മർത്തബയുടെ തെളിവെന്താണ്? അർത്ഥം ബാഹ്യമായി മനസ്സിലാക്കി അള്ളാഹുവിനെ കാണുന്നത് പോലെ തന്നെ നാം അള്ളാഹുവിനെ ആരാധിക്കുക. അതിന് കഴിഞ്ഞിട്ടില്ലെങ്കിൽ അള്ളാഹു നമ്മെ കാണുന്നുണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് അവനെ ആരാധിക്കുക. വദ്ദലീലു ഖൗലുഹു തആല. തെളിവെന്താണ്? ഇന്നല്ലാഹ മഅല്ലദീന തഖൗ വല്ലദീന ഹും മുഹ്സിനൂൻ. സൂറത്തുൻ നഹ്ൽ അവസാനത്തെ ആയത്ത്. എന്താണ്? തീർച്ചയായും അള്ളാഹു തഖ്വയുള്ളവരുടെ കൂടെയാണ്. വല്ലദീന ഹും മുഹ്സിനൂൻ, ഇഹ്സാനുള്ളവരുടെയും കൂടെയാണ്. തഖ്വയും ഇഹ്സാനും അള്ളാഹു ഒരുമിച്ച് പറഞ്ഞു. അതേപോലെ വേറെ തെളിവെന്താണ്? ഇവിടെ ഇഹ്സാൻ എന്ന പദം തന്നെ വന്നിട്ടുണ്ട്. വഖൗലുഹു തആല വതവക്കൽ അലൽ അസീസിർ റഹീം. പ്രതാപിയും കരുണാനിധിയുമായ അള്ളാഹുവിൽ നീ ബലമേൽപ്പിക്കുക. വതവക്കൽ അലൽ അസീസിർ റഹീം. ഏതാണ് അള്ളാഹു? അല്ലദീ യറാക ഹീന തഖൂം. താങ്കൾ നിന്ന് നമസ്കരിക്കുമ്പോൾ താങ്കളെ കാണുന്ന അള്ളാഹു. വതഖല്ലുബക ഫിസ്സാജിദീൻ. സുജൂദ് ചെയ്യുന്നതോടൊപ്പം താങ്കളുടെ ചലനത്തെക്കുറിച്ച്, മാറ്റത്തെ വീക്ഷിക്കുന്ന അള്ളാഹുവിൽ താങ്കൾ ബലമേൽപ്പിക്കുക. ഇതിൻ്റെ അർത്ഥം വിശദീകരിക്കും ഇൻഷാ അല്ലാഹ്. ഇന്നഹു ഹുവസ് സമീഉൽ അലീം. തീർച്ചയായും അവനെല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ്. ഇവിടെ ഈ ആയത്തിൽ എവിടെയാണ് ഇഹ്സാൻ്റെ ഭാഗം? وتوكل على العزيز الرحيم الذي يراك حين تقوم وتقلبك في الساجدين إنه هو السميع العليم. ഇവിടെ الذي يراك حين تقوم. താങ്കൾ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ, നമസ്കരിക്കുമ്പോൾ താങ്കളെ കാണുന്ന അള്ളാഹു. അപ്പോൾ അള്ളാഹു എന്നെ കാണുന്നുണ്ട്, എന്നെ നിരീക്ഷിക്കുന്നുണ്ട്. ഞാൻ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ആ ബോധം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ എന്താണ്? ഇഹ്സാനിൻ്റെ ഒരു വശം നമുക്ക് ഉണ്ടായി. അതേപോലെ അള്ളാഹുവിൻ്റെ വചനം വഖൗലുഹു തആല വമാ തകൂനു ഫീ ശഅനിൻ വമാ തത്ലൂ മിൻഹു മിൻ ഖുർആനിൻ വലാ തഅമലൂന മിൻ അമലിൻ ഇല്ലാ കുന്നാ അലൈക്കും ശുഹൂദൻ ഇദ് തുഫീദൂന ഫീഹി. സൂറത്ത് യൂനുസിലെ 61-ാമത്തെ ആയത്ത്. വമാ തകൂനു ഫീ ശഅനിൻ. ഇതിൻ്റെ ഉദ്ദേശം എന്താണ്? താങ്കൾ ഏതൊരു കാര്യത്തിലും ഏർപ്പെടുമ്പോഴും, ഖുർആൻ പാരായണം ചെയ്യുമ്പോഴും, ഏതൊരു പ്രവർത്തിക്കുമ്പോഴും അള്ളാഹു തആല സാക്ഷിയാകാതെ പോകുന്നില്ല. അള്ളാഹു എല്ലാം കാണുന്നുണ്ട്, വീക്ഷിക്കുന്നുണ്ട്. ഇല്ലാ കുന്ന അലൈക്കും ഷുഹൂദൻ. നിങ്ങളുടെ മേലെ നാം സാക്ഷിയാകാതിരിക്കുന്നില്ല. ഇദ് തുഫീദൂന ഫീ. ആ പ്രവർത്തനത്തിൽ, ആ കാര്യത്തിൽ നിങ്ങൾ മുഴുകുമ്പോൾ. ഏതൊരു കർമ്മം ചെയ്യുമ്പോഴും അള്ളാഹു നമ്മെ കാണുന്നുണ്ട് എന്ന ബോധം. അതെന്താണ്? ഇഹ്സാനാണ്. ഇല്ലാ കുന്ന അലൈക്കും ഷുഹൂദൻ. അവിടെയാണ് ഇഹ്സാനിൻ്റെ ആ ഭാഗം വരുന്നത്. ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ ഷെയ്ഖിൻ്റെ ഇബാറത്ത് ബാഹ്യമായി വായിച്ചു. ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കാം. എന്താണ് മൂന്നാമത്തെ മർത്തബ? ദീനിൽ 3 മർത്തബകളുണ്ട്. 1 അൽ ഇസ്ലാം, 2 അൽ ഈമാൻ, 3 അൽ ഇഹ്സാൻ. ഇസ്ലാമിനേക്കാൾ ഉന്നതമായ ഘട്ടമാണ് ഏത്? അൽ ഈമാൻ. പലപ്പോഴും നാം പറഞ്ഞതാണ് ആ ഗ്രാമീണർ എന്ത് പറഞ്ഞു? ആമന്ന, ഞങ്ങൾ വിശ്വാസികളാണെന്ന് പറഞ്ഞു, ഈമാനുള്ളവരാണെന്ന് പറഞ്ഞു. അള്ളാഹു തിരുത്തി,
എന്താണ്? വലാകിൻ ഖൂലു അസ്ലംന, നിങ്ങൾ അസ്ലംന, ഞങ്ങൾ മുസ്ലിമീങ്ങളായിരിക്കുന്നു എന്നാണ് പറയേണ്ടത്. അപ്പോൾ എന്തേ മനസ്സിലാക്കി? ഈമാൻ എന്ന മഖാമാകുന്നു ഇസ്ലാം എന്ന മഖാമിനേക്കാൾ ഉന്നതമായത്. അതിനേക്കാൾ ഉന്നതമായതാണ് ഏത്? അൽ ഇഹ്സാൻ. അൽ ഇഹ്സാൻ എന്ന് ഭാഷാപരമായി പറയുകയാണെങ്കിൽ നന്മ ചെയ്യുക, പ്രവർത്തിക്കുക എന്നാണ്. അൽ ഇസാ എന്നതിൻ്റെ വിപരീതമാണ് ഏത്? അൽ ഇഹ്സാൻ. ഭാഷാപരമായി നാം ചിന്തിക്കുകയാണെങ്കിൽ വിശാലമായ അർത്ഥം ഉൾക്കൊള്ളുന്ന ഒരു പദമാണ് അൽ ഇഹ്സാൻ. ഒരു ഹദീസ് നമുക്ക് കാണാം, കുല്ലു സുലാമ മിനന്നാസി അലൈഹി സദഖ. അതായത് മനുഷ്യൻ്റെ ഓരോ അസ്ഥിക്കും, അല്ലെങ്കിൽ ഈ സുലാമക്ക് മഫാസിൽ എന്ന് പറയാം, അതിന് മലയാളത്തിൽ എന്ന് പറയാം സന്ധികൾ. മനുഷ്യ ശരീരത്തിൽ ധാരാളം സന്ധികളുണ്ട്. അപ്പോൾ കുല്ലു സുലാമ, ഓരോ സന്ധിക്കും പകരമായി മനുഷ്യൻ ധർമ്മം ചെയ്യേണ്ടതുണ്ട്. കുല്ലു സുലാമ മിനന്നാസി അലൈഹി സദഖ. അത് സഹീഹ് ബുഖാരിയിലുള്ള ഹദീസാണ്, മുസ്ലിമിലും. കുല്ല യൗമിൻ തത്ലുഉ ഫീഹി ശംസു, ഓരോ ദിവസവും, അതായത് സൂര്യൻ ഉദിക്കുന്ന ഓരോ ദിവസവും, യഅദിലു ബൈനൽ ഇത്നൈൻ, ഒരു മനുഷ്യൻ രണ്ട് പേർക്കിടയിൽ ബന്ധം മെച്ചപ്പെടുത്തുമ്പോൾ സദഖ, അതെന്താകുന്നു? ധർമ്മമാകുന്നു. അപ്പോൾ ധർമ്മത്തിന് വ്യത്യസ്തമായ ഉദാഹരണങ്ങൾ നബി പഠിപ്പിച്ചു തരാണ്. അപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ശരീരത്തിൽ നിന്നുണ്ട് സന്ധികൾ സൃഷ്ടിച്ചിട്ടുണ്ട്. നമ്മുടെ എന്താ പറയുക, കൈ ഇളക്കാനും കാൽ ഇളക്കാനും ഒക്കെ എന്താണ്? ഈ സന്ധികൾ മുഖേനയാണ് നമുക്ക് സാധിക്കുന്നത്. സഹീഹ് മുസ്ലിമിലുണ്ട്, ഇന്നഹു ഖുലിഖ ഔ ഖലഖ കുല്ല ഇൻസാനിൻ മിൻ ബനി ആദമ അലാ 60 വ 300 മഫ്സിൽ. ഇത് സഹീഹ് മുസ്ലിം ഹദീസാണ്. അതായത് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത്, അവൻ്റെ ശരീരത്തിൽ എത്ര സന്ധികളുണ്ട്? 360 സന്ധികൾ ഉണ്ട്. സുബ്ഹാനല്ലാഹ്, ഈ ഹദീസ് ഇസ്ലാം പറഞ്ഞത് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ്. ഇത് ക്രിസ്താബ്ദം 21-ാം നൂറ്റാണ്ടിലാണ് കണ്ടുപിടിച്ചത്. മനുഷ്യ ശരീരത്തിൽ 360 സന്ധികൾ ഉണ്ട് എന്ന് ഇപ്പോൾ അടുത്ത കാലത്താണ് കണ്ടുപിടിച്ചത്. പല യൂറോപ്യൻ രാജ്യങ്ങളിലും ഇതിൻ്റെ പഠനം നടത്തിയപ്പോൾ അവർക്ക് മനസ്സിലായി. പക്ഷെ മുസ്ലിമീങ്ങൾക്ക് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അറിയാവുന്ന യാഥാർത്ഥ്യം. അപ്പോൾ എന്താണ് അതിന് പകരമായി നാം ചെയ്യേണ്ടത്? നന്മകൾ ചെയ്യണം. നന്മകൾ പ്രവർത്തിക്കുന്നതെന്ന് പറയും ഇഹ്സാൻ എന്ന് പറയും. ويعين الرجل على دابته فيحمل عليها أو يرفع عليها متاعه صدقة. അതേപോലെ ധർമ്മത്തിൻ്റെ വേറൊരു ഉദാഹരണമാണ് ഇസ്ലാം പഠിപ്പിക്കുകയാണ്. ഒരു മനുഷ്യനെ സഹായിക്കുക. എങ്ങനെ സഹായിക്കുക? അയാളുടെ വാഹനപ്പുറത്ത് അയാൾക്ക് വേണ്ട സാധനങ്ങൾ നമ്മൾ കയറ്റി കൊടുക്കുക. എന്താകുന്നു? സദഖ, ധർമ്മമാകുന്നു. വൽകലിമതു തയ്യിബതു സദഖ, നല്ല വാക്ക് ധർമ്മമാകുന്നു. നമ്മളിപ്പോൾ നമ്മൾ സാധനം കണ്ട് അസ്സലാമു അലൈക്കും, വഅലൈക്കുമുസ്സലാം, എന്തൊക്കെയാണ് വിവരങ്ങൾ, നമ്മൾ ആ നല്ല പുഞ്ചിരിയോട് സംസാരിക്കുമ്പോൾ അതെന്താകുന്നു? കൂലിയുള്ള കാര്യമാണ്, സദഖയാകുന്നു അത്. അഥവാ നമ്മൾ നമ്മുടെ ഈ ശരീരത്തിൽ നമുക്ക് അള്ളാഹു നൽകിയ ആരോഗ്യം, നമ്മുടെ ശരീരത്തിൻ്റെ ഈ കൃത്യമായ ഘടന, ഇത് വലിയൊരു നിഅമത്താണ്. അതിന് പകരമായി നാം നൽകേണ്ട ധർമ്മമാകുന്നു. വകുല്ലു ഖുത്വത്തിൻ യഖ്തൂഹാ ഇലസ്സലാത്തി സദഖ, ഒരു മനുഷ്യൻ നമസ്കാരത്തിലേക്ക് പോകുമ്പോൾ ഓരോ അടി വെക്കുമ്പോഴും എന്താകുന്നു? സദഖയാണ്. വയുമീതുൽ അദാ അനി ത്വരീഖി സദഖ, വഴിയിൽ നിന്ന് ഒരു മനുഷ്യൻ ഉപദ്രവത്തെ നീക്കം ചെയ്യുമ്പോൾ അത് ധർമ്മമാകുന്നു. നോക്കൂ നിങ്ങൾ, ഇത്രയും മനോഹരമായ നല്ല നല്ല അർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്ന കർമ്മങ്ങളാകുന്നു ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. അള്ളാഹുവിൻ്റെ വലിയൊരു റഹ്മത്താകുന്നു. അതായത് ചെറിയ ചെറിയ കർമ്മങ്ങൾക്ക് പകരം അള്ളാഹു നമുക്ക് ധാരാളം ഇരട്ടി പ്രതിഫലം നൽകുക. അപ്പോൾ അള്ളാഹു റഹ്മാനാണ് റഹീമാണെന്ന് പറയുമ്പോൾ അതിനൊരു ചെറിയ ഉദാഹരണമാണിത്. ധാരാളം ഉദാഹരണങ്ങളുണ്ട്.
അതുകൊണ്ടാണ് അള്ളാഹുവിനെ കുറിച്ച് അള്ളാഹുവിനെ പരിചയപ്പെടുത്തിയപ്പോൾ പല സ്ഥലങ്ങളിലും അള്ളാഹു ഷക്കൂറാണെന്ന് പറയാനുള്ള കാരണം എന്താണ്? ഷക്കൂർ, അള്ളാഹു ഷക്കൂറുൻ ഹലീം. നമുക്ക് ഖുർആനിൽ വായിക്കാം. എന്താണ് ഷക്കൂറിൻ്റെ അർത്ഥം? ഷക്കൂറിൻ്റെ അർത്ഥം ഇബ്നു കസീറൊക്കെ പറയുന്നുണ്ട്, ഐ യജ്സി അലൽ ഖലീൽ ബിൽ കസീർ. അതായത് കുറഞ്ഞ കർമ്മങ്ങൾക്ക് പകരം അള്ളാഹു ധാരാളം ഹസനാറ്റുകൾ, നന്മ, സുഹൃതങ്ങൾ നൽകുക. ഇതാണ് ഷക്കൂറിൻ്റെ അർത്ഥം. അപ്പോൾ ഇതാണ് അള്ളാഹുവിനെ കുറിച്ച് ഷക്കൂർ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഇതാണ്. ചെറിയ കൊച്ചു കൊച്ചു കർമ്മങ്ങൾക്ക് പകരമായി അള്ളാഹു ധാരാളം പ്രതിഫലം നൽകുന്ന അള്ളാഹു. എന്നാൽ ഷക്കൂർ എന്ന് മനുഷ്യന്മാരെ കുറിച്ചും ഖുർആനിൽ വന്നിട്ടുണ്ട്. ഇപ്പം നൂഹ് നബി അലൈഹി ഇസ്ലാമിനെ പറ്റി പറഞ്ഞപ്പോൾ ഇന്നഹു കാന അബ്ദൻ ഷക്കൂറ, നന്ദിയുള്ള ഒരു അടിമയായിരുന്നു നൂഹ് നബി അലൈഹി ഇസ്ലാം. അതിൻ്റെ അർത്ഥം എന്താണ്? അതിനർത്ഥം നന്ദിയുള്ള എന്ന് പറയുമ്പോൾ തഫ്സീർ പണ്ഡിതന്മാർ അതിന് വിശദീകരിക്കുന്നുണ്ട്. നൂഹ് നബി അലൈഹി ഇസ്ലാമിനെ ഷക്കൂർ, ഷാക്കിർ എന്നല്ല പറഞ്ഞത്, ധാരാളം നന്ദി കാണിക്കുന്നവൻ. നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ എല്ലാ അവസ്ഥകളിലും നൂഹ് നബി അലൈഹി ഇസ്ലാം ഭക്ഷണം കഴിക്കുമ്പോഴും കുടിക്കുമ്പോഴും വസ്ത്രം ധരിക്കുമ്പോഴും എല്ലാ സന്ദർഭങ്ങളിലും അള്ളാഹുവിനോട് നന്ദി കാണിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്ന ഒരു പ്രവാചകനായിരുന്നു. നമുക്കറിയാം, വളരെ ദീർഘകാലം ജീവിച്ച പ്രവാചകൻ്റെ അവസ്ഥ അങ്ങനെ ആയതുകൊണ്ട് തന്നെ അള്ളാഹു ഷക്കൂർ എന്ന സവിശേഷത ആ പ്രവാചകൻ നൽകി. അപ്പോൾ ഇവിടെ ഇഹ്സാനിൻ്റെ വിശാലമായ അർത്ഥമാണ് നാം പറഞ്ഞത്. ഈ ഹദീസിൽ വന്ന ഇഹ്സാനിൻ്റെ അർത്ഥം എന്താണ്? ഭാഷാപരമായി നമുക്കറിയാം, നന്മ ചെയ്യുക എന്നാണ്. എന്നാൽ ഈ ഹദീസിൽ അൻ തഅബ്ദുല്ലാഹ കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക് എന്ന അർത്ഥം പറയപ്പെട്ട ഇഹ്സാൻ എന്താകുന്നു? ഒരു മനുഷ്യനും അള്ളാഹും തമ്മിലുള്ള ഇടപാട്, അഥവാ ഇബാദത്തിൻ്റെ അവസ്ഥയിൽ, സന്ദർഭത്തിൽ ഒരു വിശ്വാസി ഉൾക്കൊള്ളേണ്ട ഒരു അവസ്ഥക്കാണ് ഇഹ്സാൻ എന്ന് പറയുക. മനസ്സിലായി? നമ്മൾ സൃഷ്ടികൾക്ക് നന്മ ചെയ്യുന്നത് എന്താണ്? അത് ഭാഷാപരമായ ഇഹ്സാനാണ്. പക്ഷേ ഇവിടെ ഈ ഹദീസിൽ എന്താണ്? ഒരു മനുഷ്യന് ഒരു അള്ളാഹുവിൻ്റെ അടിമ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുമ്പോൾ അവൻ ഉൾക്കൊള്ളേണ്ട മഹത്തായ ഉന്നതമായ ഒരു പദവിയാണത്. അപ്പം എന്താണത്? ഒരു മനുഷ്യൻ അള്ളാഹുവിന് ഇഹ്സാനോടെ കർമ്മം ചെയ്യുക. അതിൻ്റെ അർത്ഥം എന്താണ്? ആ കർമ്മം ഏറ്റവും ഭംഗിയായ രൂപത്തിൽ, ഇപ്പം നമസ്കാരമാണെങ്കിൽ ഏറ്റവും ഭംഗിയായ രൂപത്തിൽ നമസ്കരിക്കുക, അതിൻ്റെ എല്ലാ ക്രമങ്ങളും അതേപോലെ തന്നെ നിബന്ധനകളും എല്ലാം പാലിച്ചുകൊണ്ട് ആത്മാർത്ഥമായി അള്ളാഹുവിനെ കാണുന്നത് പോലെ ആ കർമ്മം അനുഷ്ഠിക്കുക. ഇനി അള്ളാഹുവിനെ കാണുന്നില്ല എന്ന, കാണുന്നുണ്ട് എന്ന അർത്ഥം മനസ്സിൽ വന്നില്ലെങ്കിൽ അത് ഏറ്റവും ഉന്നതമായ പദവിയാകുന്നു. ഏറ്റവും കുറഞ്ഞ ഇഹ്സാൻ്റെ മർത്തബ എന്താകുന്നു? അള്ളാഹു എന്നെ കാണുന്നുണ്ട് എന്ന് നാം കരുതുക. പണ്ഡിതന്മാർ പറയുന്നു, ഇഹ്സാനിന് 2 മർത്തബകളുണ്ട്. ഇഹ്സാൻ തന്നെ 2 മർത്തബകളുണ്ട്. അതാണ് നബി വസല്ലം ഈ 2 വാചകങ്ങളാണ് ഇഹ്സാനെ പറ്റി പറഞ്ഞപ്പോൾ പറഞ്ഞത്. എന്താണത്? ഒന്നാമത്തെ മർത്തബ അൻ തഅബ്ദുല്ലാഹ കഅന്നക തറാ. ഇഹ്സാനിൻ്റെ ഉന്നതമായ പദവി എന്താകുന്നു? അള്ളാഹുവിനെ നാം കാണുന്നത് പോലെ ആരാധിക്കുക. നമുക്കറിയാം, അള്ളാഹുവിനെ ഈ ദുനിയാവിൽ വെച്ച് കാണാൻ പറ്റില്ല. അത് മൂസ നബി അലൈഹി സ്വലാം ചോദിച്ചു. അള്ളാഹു പറഞ്ഞ എന്താണ്? ലൻ തറാനി, എന്നെ താങ്കൾക്ക് കാണാൻ പറ്റില്ല. എന്നാൽ പരലോകത്ത് വെച്ച് വിശ്വാസികൾ അള്ളാഹുവിനെ കാണുന്നു. പറഞ്ഞു വരുന്നത്, ഇപ്പം അള്ളാഹുവിനെ കാണുന്നത് പോലെന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ ഹൃദയത്തിൽ അള്ളാഹുവിനെ കാണുന്നത് പോലെ നാം കർമ്മങ്ങൾ ആത്മാർത്ഥമായി ഇഖ്ലാസോടെ ഏറ്റവും അള്ളാഹുവിന് തൃപ്തികരമായ രൂപത്തിൽ അനുഷ്ഠിക്കുക. അത് ശരിക്ക്
നല്ല യഖീനുള്ള, ഈമാനുള്ള, ഉറപ്പുള്ള വിശ്വാസിക്ക് മാത്രം സാധിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ നമുക്കറിയാം, ഭൗതികമായി ചിന്തിക്കുകയാണെങ്കിൽ ഒരു തൊഴിലാളിയുടെ യജമാനായ മുതലാളി മുന്നിലുണ്ടെങ്കിൽ അവന് ഏൽപ്പിക്കപ്പെട്ട ആ ദൗത്യം, ആ ജോലി ഏറ്റവും ഭംഗിയായി അവൻ ചെയ്തു തീർക്കും, അല്ലേ? എന്നാൽ യജമാനൻ മാറിപ്പോയി, അവൻ ഒറ്റയ്ക്ക് മാത്രമേ ആ ജോലി സ്ഥലത്തുള്ളൂ. എത്രമാത്രം ആത്മാർത്ഥതയുണ്ടാവും. ഞാൻ പറഞ്ഞു വരുന്നത്, അള്ളാഹുവിനെ കാണുന്നത് പോലെന്ന് പറയുമ്പോൾ ഒരു മനുഷ്യൻ്റെ മുന്നിൽ അള്ളാഹു ഉണ്ട്. അപ്പോൾ എപ്രകാരമാണോ അവൻ ആ കർമ്മം ഏറ്റവും ഭംഗിയായ രൂപത്തിൽ ചെയ്തു തീർക്കുക, ആ അവസ്ഥ ആകുന്നു ഇഹ്സാനിൽ ഏറ്റവും ഉന്നതമായ മർത്തബ. രണ്ടാമത്തെ മർത്തബയാകുന്നു ഫഇല്ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്. അതായത് ഈ ഉന്നതമായ ഇഹ്സാനിൻ്റെ മർത്തബയിലേക്ക് തനിക്ക് ഉയരാൻ പറ്റിയില്ലെങ്കിൽ മുറാഖബ എന്ന മർത്തബയിലേക്ക് വരിക. എന്താണ് മുറാഖബ? മുറാഖബ എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാണുന്നുണ്ട്, നമ്മുടെ എല്ലാ അവസ്ഥയും അള്ളാഹു വീക്ഷിക്കുന്നുണ്ട്, നമ്മുടെ മനസ്സിലുള്ളതെന്ന് എല്ലാം അള്ളാഹു അറിയുന്നുണ്ട്. അതുകൊണ്ട് അള്ളാഹു ധിക്കരിക്കാൻ പാടില്ല. അള്ളാഹു നമ്മോട് ആവശ്യപ്പെട്ട കാര്യങ്ങൾ മുറപ്രകാരം ചെയ്യണം എന്നുള്ള ഒരു വിശ്വാസം. അപ്പോൾ ഈ രണ്ട് അവസ്ഥകൾ തമ്മിൽ വ്യത്യാസം നാം മനസ്സിലാക്കാൻ വേണ്ടി പറയണം. ഒന്ന് ഉന്നതമായ മർത്തബയാണ്, രണ്ടെന്താണ് അതിൽ മുറാഖബ എന്ന് പറയും. അതിൽ താഴെയുള്ള മർത്തബയാണ് ഇഹ്സാൻ. രണ്ട് മർത്തബകളുണ്ട്. ഇങ്ങനെ മനുഷ്യൻ ഈ പദവിയിലേക്ക് എത്തിപ്പെടുമ്പോഴാണ് അവൻ്റെ മനസ്സിൽ നിന്ന് റിയാഉം മറ്റുള്ള സുമഅയും എല്ലാം നഷ്ടപ്പെടും. പിന്നെ മനുഷ്യൻ, ഇഹ്സാനുള്ള ഒരു മനുഷ്യൻ്റെ മനസ്സിൽ ജനങ്ങൾ എന്നെ വീക്ഷിക്കുന്നുണ്ട്, കാണുന്നുണ്ട്, ഞാൻ കർമ്മങ്ങൾ മെച്ചപ്പെടുത്തട്ടെ എന്നൊരു ധാരണ അവൻ്റെ മനസ്സിലുണ്ടാവുകയില്ല. യഥാർത്ഥ മുഹ്സിനായ ഒരു മനുഷ്യൻ്റെ മനസ്സിൽ ജനങ്ങളുടെ ചിന്ത മനസ്സിലുണ്ടാവുകയില്ല. ജനങ്ങൾ കാണട്ടെ കാണാതിരിക്കട്ടെ, എൻ്റെ കർമ്മം, എൻ്റെ ഇബാദത്ത് ഞാൻ മെച്ചപ്പെടുത്തും അള്ളാഹുവിന് വേണ്ടി, കാരണം അള്ളാഹു എന്നെ വീക്ഷിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അള്ളാഹുവിനെ ഞാൻ കാണുന്നത് പോലെ ഞാൻ കർമ്മം ചെയ്യുന്നു. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പലപ്പോഴും പറയാറുള്ളത്, ഈ ഇബാദത്ത് ചെയ്യുമ്പോൾ ഏറ്റവും അതിൻ്റെ പ്രബലമായ രീതി എന്താണ്? നമുക്കറിയാം, ധർമ്മം കൊടുക്കുമ്പോൾ ഏറ്റവും അതിൻ്റെ പ്രബലമായ ഉന്നതമായ രീതി അത് രഹസ്യമായി ധർമ്മം കൊടുക്കുക എന്നാണ്. നമുക്കറിയില്ലല്ലേ, ധർമ്മം കൊടുക്കുന്നത് ഏറ്റവും ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് പ്രകാരം ഏറ്റവും ശരിയായ രീതി എന്താണ്? രഹസ്യമായി കൊടുക്കുകയാണ്. പരസ്യപ്പെടുത്താൻ പാടുണ്ടോ? പരസ്യപ്പെടുത്താം. എന്നാൽ അത് രഹസ്യമായി കൊടുക്കുന്നതാണ് അള്ളാഹു കൂടുതൽ നല്ലത് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇൻ തുബ്ദു സദഖാതി ഫനിഇമ്മാ ഹി. അള്ളാഹു പറയാണ്, നിങ്ങൾ നിങ്ങളുടെ ധർമ്മങ്ങൾ വെളിപ്പെടുത്തുകയാണെങ്കിൽ അത് നല്ലതാകുന്നു. ഫനിഇമ്മാ ഹി. വഇൻ തുഖ്ഫൂഹ. എന്നാൽ നിങ്ങൾ രഹസ്യമായി നിങ്ങൾ ധർമ്മങ്ങൾ കൊടുക്കുകയാണെങ്കിൽ, വതുഅൽ ഫുഖറാ, നിങ്ങൾ പാവപ്പെട്ടവർക്ക് കൊടുക്കുകയാണെങ്കിൽ, ഫഹുവ ഖൈറുൽ ലക്കും, അതാകുന്നു നിങ്ങൾക്ക് കൂടുതൽ നല്ലത്. പക്ഷെ പണ്ഡിതന്മാർ പറയുന്നു, ഒരു ഉപാധി വെച്ചു. അതായത് സദഖ, ധർമ്മം രഹസ്യമായി കൊടുക്കുന്നതാണ് കൂടുതൽ അഫ്ദൽ, ഉത്തമം. ഒരു ഉപാധിയോടുകൂടി. എന്താണത്? താൻ മാതൃകയാവട്ടെ, ജനങ്ങൾ പൊതുവെ സാമ്പത്തികമായ സഹായങ്ങൾ ചെയ്യാനും ധർമ്മങ്ങൾ നൽകുവാനും പൊതുവെ മടിയുള്ളവരാകുന്നു, വീഴ്ച വരുത്തുന്നവരാകുന്നു.
എന്നാൽ അവർക്കൊക്കെ മാതൃകയാവട്ടെ എന്ന അർത്ഥത്തിൽ ഒരു മനുഷ്യൻ പരസ്യപ്പെടുത്തിക്കൊണ്ട് ധർമ്മം ചെയ്താലോ അതാകുന്നു അഫ്ദൽ. ഇതൊക്കെ തഫ്സീർ പണ്ഡിതന്മാർ ഇബ്നു കസീർ തഫ്സീറൊക്കെ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യമാണ്. എന്നാൽ പൊതുവെ ഈ ഉപാധിയൊന്നുമില്ലാതെ പൊതുവെ ഒരു വിധി പറയുമ്പോൾ ഏതാണ് നല്ലത്? പരസ്യപ്പെടുത്തലും രഹസ്യപ്പെടുത്തലും? രഹസ്യമായി കർമ്മങ്ങൾ ധർമ്മം ചെയ്യുന്നതാണ് അഫ്ദൽ. ഇവിടെ ഒരു ചോദ്യം, അള്ളാഹു എന്താ പറഞ്ഞത്? നിങ്ങൾ ധർമ്മങ്ങൾ വെളിപ്പെടുത്തുകയാണെങ്കിൽ അത് നല്ലതാണ്. നിങ്ങൾ അതിനെ മറച്ചു പിടിച്ചുകൊണ്ട് രഹസ്യമായി നിങ്ങൾ ഫുഖറാക്കൾക്ക് ദരിദ്രർക്ക് നൽകുന്നതാകുന്നു നിങ്ങൾക്ക് കൂടുതൽ നല്ലത്. ഇവിടെ അള്ളാഹു പറഞ്ഞത് ഖൈർ എന്നാണ്. എവിടുത്തെ കൂടുതൽ നല്ലതെന്ന് ഞാൻ മനസ്സിലാക്കിയത്? എൻ്റെ അർത്ഥം തെറ്റിയോ? അതായത് തഫ്സീർ പണ്ഡിതന്മാരൊക്കെ ഇതിനർത്ഥം വെച്ചപ്പോൾ അതാകുന്നു രഹസ്യമായി ധർമ്മങ്ങൾ കൊടുക്കലാണ് കൂടുതൽ നല്ലത് എന്ന് പറഞ്ഞു. എവിടുന്ന് കിട്ടി? എടാ അള്ളാഹു ഖൈർ എന്ന് പറഞ്ഞിട്ടുള്ളൂ. അവിടെ മനസ്സിൽ ഉത്തരമുണ്ടോ? നമുക്കിന്ന് ഇടയ്ക്ക് ചോദ്യങ്ങൾ ചോദിച്ചാൽ സഹസ്യ ഇളകുള്ളൂ. ചോദ്യം ക്ലിയർ അല്ലേ? ഇവിടെയാണ് അറബി ഭാഷയുടെ ഒരു പ്രത്യേകത നാം മനസ്സിലാക്കേണ്ടത്. ഇവിടെ അല്ലാഹു തആല പറഞ്ഞത് തന്നെ ഫഹുവ ഖൈറുൽ ലക്കും. ശ്രദ്ധിക്കണം, ഖൈർ എന്ന വാക്കാണ് നാം ഉച്ചരിക്കുന്നത് അല്ലേ? ഖൈർ എന്താ അർത്ഥം? ഗുണമുള്ളത്, നല്ലത്, നന്മയുള്ളത്. നമ്മൾ പലപ്പോഴും മലയാളികൾ മുസ്ലിമീങ്ങൾ ഉപയോഗിക്കുന്നൊരു വാക്കും കൂടിയാണിത് ഖൈർ. ശരി, ഭാഷാ പണ്ഡിതന്മാർ പറയുന്നു ഖൈറിൻ്റെ യഥാർത്ഥ രൂപം എന്താകുന്നു? അഖ്യർ എന്നാണ്. എന്താണ്? അഖ്യർ. അപ്പോൾ ഖൈറിൻ്റെ യഥാർത്ഥ രൂപം അഖ്യർ ആകുന്നു. അഖ്യർ. എന്ത് സംഭവിച്ചത്? ഹംസ് നഷ്ടപ്പെട്ടു. ഹംസ് എന്ന് പറഞ്ഞാൽ അറബി ഭാഷയിൽ ഹർഫുൻ ഷദീദാണ്, കാഠിന്യമുള്ള അക്ഷരമാകുന്നു. ഏത്? ഹംസ്. ഹംസിനെ പലപ്പോഴും എളുപ്പമാക്കാൻ അറബികൾ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അതിൽ നമ്മൾ പ്രത്യേകം എൻ്റെ വിഷയം ഖിറാഅത്ത് ആയതുകൊണ്ട് ഈ വ്യത്യസ്ത ഖിറാഅത്തുകളിൽ ഈ ഹംസ് നഷ്ടപ്പെടുത്തുന്ന ധാരാളം ഉദാഹരണങ്ങളുണ്ട്. ഇപ്പോൾ ഇമാം വർഷിൻ്റെ ഓത്ത് പ്രകാരം, ഇമാം സൂസിയുടെ ഓത്ത് പ്രകാരമൊക്കെ നമ്മൾക്ക് വായിക്കാൻ പറ്റും അല്ലദീന യൂമിനൂന ബിൽ ഗൈബ്. ഇവിടെ യുമിനൂന എന്ന വാക്കിന് പകരം മറ്റു റിവായത്ത് പ്രകാരം ഇങ്ങനെ വായിക്കുക യൂമിനൂൻ. അവിടെ ആ ഹംസിൽ രക്ഷപ്പെടാനുള്ള അറബി ഭാഷാ നിയമപ്രകാരം ഒരു രീതിയാണ് അതിനെ ദീർഘാക്ഷരമാക്കി മാറ്റുക. അതേപോലെ തന്നെ ഇമാം വർഷിൻ്റെ റിവായത്ത് പ്രകാരം ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ എന്ന് നാം ചൊല്ലുമ്പോൾ ഇമാം വർഷ് ഓതുന്നു ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ. ഖദ അവിടെ എന്താണ്? ഹംസ് നഷ്ടപ്പെടുത്തി ഹംസിൻ്റെ ഹറക്കത്ത് ദാലിലേക്ക് മാറ്റി. ഇവിടെ പറഞ്ഞു വരുന്നത് ഇവിടെ ഹംസ് നഷ്ടപ്പെടുത്തി. കാരണം ധാരാളമായി അറബികൾ ഉപയോഗിക്കുന്ന പദമാണേത്? ഖൈറും ഷർറും. ഖൈറിനെ പോലെ തന്നെ ഷർറിൻ്റെ ഒറിജിൻ എന്താണ്? അഷ്റർ എന്നാണ്. എന്താണ്? അഷ്റർ. ഇത് സംഭവിച്ചത് ഹംസ് നഷ്ടപ്പെടുത്തി. ഹംസ നഷ്ടപ്പെടുത്തി ശേഷം യാഇൻ്റെ ഹറക്കത്ത് ഫത്ഹ ഖായിലേക്ക് പോയി. ശേഷം യാഇന് ഹറക്കത്തില്ല, ഇത് സുക്കൂനായി. അങ്ങനെയാണ് അഖ്യർ ഖൈറായി മാറി. അഖ്യർ ഖൈറായി മാറി. അതേപോലെ തന്നെ അഷ്റർ ഇതേ രൂപത്തിൽ അഷ്റർ ഷർറായി മാറി. പറഞ്ഞു വരുന്നത് ഇവിടെ ഇപ്പം ഖൈറിൻ്റെ ഒറിജിനൽ അഖ്യർ എന്ന് പറയുമ്പം അഖ്യറിൻ്റെ അർത്ഥം എന്താണ്? കൂടുതൽ ഗുണമുള്ളത്, കൂടുതൽ നല്ലത് എന്നർത്ഥം. പിന്നീട് അറബികൾ ഖൈർ എന്ന പദത്തിന്
രണ്ട് സന്ദർഭങ്ങൾക്ക് ഉപയോഗിക്കാൻ തുടങ്ങി. ഇന്ന് നല്ലത് എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്നുണ്ട്, കൂടുതൽ നല്ലത് എന്നും ഉപയോഗിക്കുന്നുണ്ട്. എങ്ങനെ മനസ്സിലാകുക? അതിൻ്റെ ആ കോണ്ടെക്സ്റ്റിൻ്റെ സിയാഖ് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതായത് രണ്ട് കാര്യങ്ങൾ തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ തഫ്ദീലിൻ്റെ അവസ്ഥയിൽ അവിടെ കൂടുതൽ നല്ലത് എന്ന അർത്ഥം വരും. ഇപ്പോൾ നമുക്കറിയാം, സദഖ രഹസ്യമായും പരസ്യമായും കൊടുക്കുക എന്നതാണ്. രണ്ട് കാര്യങ്ങൾ തമ്മിൽ ഏതാണ് കൂടുതൽ മെച്ചം എന്ന് പറയുന്ന ഘട്ടത്തിലാണ് അവിടെ നിന്ന് ഉപയോഗിച്ചത്, ഖൈറെന്ന് ഉപയോഗിച്ചത്. മനസ്സിലായി? അപ്പോൾ അർത്ഥം എന്തായി മാറി? അഖിയർ അഥവാ കൂടുതൽ നല്ലത് എന്ന അർത്ഥം ആയി മനസ്സിലാക്കണം. എന്നാൽ നോക്കൂ നിങ്ങൾ, ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസാണ്, അൽ മുഅ്മിനു അൽ ഖവിയ്യു ഖൈറുൻ വഅഹബ്ബു ഇലല്ലാഹി മിനൽ മുഅ്മിനി അദ്ദഈഫ്. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തു, ശക്തിയുള്ള ബലമുള്ള വിശ്വാസിയാകുന്നു ദുർബലനായ വിശ്വാസിയേക്കാൾ കൂടുതൽ നല്ലവനും ഖൈറുള്ളവനും അള്ളാഹുവിന് കൂടുതൽ ഇഷ്ടപ്പെട്ട മനുഷ്യനും ആരാകുന്നു? വിശ്വാസി. ബലമുള്ള ശക്തിയുള്ള വിശ്വാസിയാകുന്നു. അവിടെ ഖൈറെന്ന് ഉപയോഗിച്ചു, കൂടുതൽ ഉത്തമൻ. എന്നിട്ട് നബി പറയുന്നു, വഫീ കുല്ലിൻ ഖൈർ, എല്ലാവരിലും എന്തുണ്ട്? ഖൈറുണ്ട്. അവിടെ എന്താ അർത്ഥം? നല്ലത് അഥവാ എല്ലാവരിലും നന്മയുണ്ട്. അവിടെ എന്തല്ല? കൂടുതൽ നന്മ എന്നല്ല അർത്ഥമല്ല അവിടെ. മനസ്സിലായില്ല? അപ്പോൾ അതിൻ്റെ സാഹചര്യം അനുസരിച്ച് നാം മനസ്സിലാക്കണം. അപ്പോൾ ഇത് ശരിക്കും ഈ ഖുർആൻ തഫ്സീർ എന്ന് പറയുമ്പോൾ പല നിലക്കും നാം നോക്കുകയാണെങ്കിൽ അറബി ഭാഷ നിയമങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. അതും അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ വേണ്ടി ഉദാഹരണം പറഞ്ഞു നോക്കും. ഷെയ്ഖ് പറയുന്നു, ഇഹ്സാനിൻ്റെ മർത്തബ. ഇഹ്സാനിന് എത്ര മർത്തബകളുണ്ട്? 2 മർത്തബകളുണ്ട്. ഇഹ്സാൻ ആകുന്നു ദീനുൽ ഇസ്ലാമിൻ്റെ 3ാമത്തെ മർത്തബ. ആ ഇഹ്സാന് തന്നെ എത്ര മർത്തബകളുണ്ട്? 2 മർത്തബകളുണ്ട്. ഒന്ന്, അൻ തഅബ്ദുല്ലാഹ കഅന്നക തറ, ഏറ്റവും ഉന്നതമായ പദവിയാകുന്നു. അതിലേക്ക് എത്തിപ്പെടണമെങ്കിൽ ഒരു വിശ്വാസി തൻ്റെ ഇഖ്ലാസിനെ പരിശോധിച്ച് അള്ളാഹുവിലേക്ക് കൂടുതൽ അടുത്തടുത്ത് ആ ഈമാൻ വർദ്ധിക്കുമ്പോഴാണ് ആ മർത്തബയിലേക്ക് എത്തിപ്പെടാൻ പറ്റുകയുള്ളൂ. അതൊന്നും എളുപ്പമായ ഒരു കാര്യമല്ല. പലപ്പോഴും നാം നമ്മുടെ ഈമാൻ വർദ്ധിക്കുമ്പോൾ, ഇഖ്ലാസിലേക്ക് നമ്മൾ എത്തിപ്പെടുമ്പോൾ പലപ്പോഴും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു മർത്തബയാണ് 2ാമത്തെ മർത്തബ. അതാവുന്നു എന്ത്? ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക, അള്ളാഹു നമ്മെ വീക്ഷിക്കുന്നുണ്ട്, കാണുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ എൻ്റെ കർമ്മത്തെ മെച്ചപ്പെടുത്തുന്നു. അപ്പോൾ അതിന് തെളിവെന്താണ്? അതാണ് ശൈഖ് ഇവിടെ ഉദ്ധരിക്കുന്നത്. വദ്ദലീലു ഖൗലുഹു തആല, നാം പഠിച്ചു, ഇന്നല്ലാഹ മഅല്ലദീന തഖൗ വല്ലദീന ഹും മുഹ്സിനൂൻ. ഇവിടെ ഇഹ്സാൻ, മുഹ്സിനീൻ എന്ന് പറയുന്ന ഇഹ്സാൻ ചെയ്യുന്നവർ, അവരോടൊപ്പമാണ് അള്ളാഹു ഉള്ളത്. അതേപോലെ വതവക്കൽ അലൽ അസീസിർ റഹീം അല്ലദീ യറാക ഹീന തഖൂം, താങ്കൾ നിൽക്കുമ്പോൾ താങ്കളെ കാണുന്ന ആ അള്ളാഹുവിൽ താങ്കൾ ബലമേൽപ്പിക്കുക. വതഖല്ലുബക ഫിസ്സാജിദീൻ, ഇതതിനർത്ഥം സുജൂദ് ചെയ്യുന്നവരുടെ കൂടെ താങ്കൾക്കുണ്ടാകുന്ന ആ ചലനത്തെ, ആ മാറ്റത്തെ അള്ളാഹു വീക്ഷിക്കുന്നു. ആ അള്ളാഹുവിൽ താങ്കൾ ബലമേൽപ്പിക്കുക. തഫ്സീർ പണ്ഡിതന്മാർ പല അഭിപ്രായങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ട്. ഒരു അർത്ഥം എന്താണ്? വതഖല്ലുബക ഫിസ്സാജിദീൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ, താങ്കൾ സുജൂദ് ചെയ്യുന്നവരെ വീക്ഷിക്കുന്നത് അള്ളാഹു കാണുന്നുണ്ട്. ഇവിടെ തഖല്ലുബുൽ ബസർ എന്ന അർത്ഥം, നോട്ടം എന്ന അർത്ഥമുണ്ട്. അതായത് ഈ അർത്ഥം തഫ്സീർ പണ്ഡിതന്മാർ ഉദ്ധരിക്കാനുള്ള കാരണം സഹീഹായ ഹദീസിൽ സ്ഥിരപ്പെട്ട ഒരു കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ പിന്നാലെ നമസ്കരിക്കുന്ന സഹാബിമാരെ നബിക്കെന്ത് കാണാൻ സാധിക്കും. അത് നബിയുടെ ഒരു പ്രത്യേകതകൾ പെട്ടതാണ്. നബിക്ക്, നമുക്ക് എന്താണ്, മുന്നിലുള്ളവരെ മാത്രമേ കാണാൻ പറ്റുള്ളൂ. നബിക്ക് മുന്നിലുള്ളവരെയും പിന്നിലുള്ളവരെയും കാണാൻ സാധിക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം. അതേപോലെ തന്നെ ഈ അഹ്ലുൽ ബിദ്അത്തുകാർ പറഞ്ഞ ഒരു വ്യാഖ്യാനമുണ്ട്. അതെന്താണ്? അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദ് ചെയ്യുന്നവരുടെ
മുതുകുകളിലൂടെ മാറി മാറി വന്ന ഒരു പ്രവാചകനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അറബിയിൽ പറയുകയാണെങ്കിൽ അന്നല്ലാഹ നഖല റൂഹഹു മിൻ സാജിദിൻ ഇലാ സാജിദ്. എന്തുകൊണ്ടാണ് ഈ ബിദ്അത്തുകാർ ഈ അർത്ഥം പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പിതാക്കന്മാരെല്ലാവരും വിശ്വാസികളാകുന്നു എന്ന് വരുത്താൻ വേണ്ടി പറഞ്ഞ മനസ്സിലായി. അതായത് വതഖല്ലുബക ഫിസ്സാജിദീൻ എന്ന് പറയുമ്പോൾ സുജൂദ് ചെയ്യുന്നവരുടെ മുതുകുകളിലൂടെ, ഈ പിതാക്കന്മാരെല്ലാവരും സുജൂദ് ചെയ്യുന്നവരായിരുന്നു പറയുമ്പോൾ എന്താ അതിൻ്റെ അർത്ഥം? അവർ വിശ്വാസികളായിരുന്നു. ഇത് ആരുടെ വാദമാണ്? യഥാർത്ഥത്തിൽ ഷിയാക്കളുടെ വാദമാണ്. ഈ വാദം പിഴച്ച സൂഫികൾ ഏറ്റെടുത്തു. അങ്ങനെ മുഹമ്മദ് നബി വസല്ലമിൻ്റെ പിതാക്കന്മാരെല്ലാവരും വിശ്വാസികളായിരുന്നു എന്ന വാദം ഷിയാക്കളിൽ നിന്ന് ഏറ്റുവാങ്ങി. അങ്ങനെ ഒരു ദുർബലമായ ഒരു ഹദീസും അവർ ഉദ്ധരിക്കാറുണ്ട്. എന്താണ്? ലം അസൽ ഉൻഖലു മിൻ അസ്ലാബി ത്വാഹിരീന ഇലാ അർഹാമി ത്വാഹിറാത്ത്. ശുദ്ധിയുള്ള പുരുഷന്മാരുടെ മുതുകളിലൂടെ വന്ന് ശുദ്ധയായ സ്ത്രീകളുടെ ഗർഭാശയങ്ങളിലേക്ക് മാറ്റം ചെയ്യപ്പെട്ട ഒരു മനുഷ്യനാണ് ഞാൻ എന്ന അർത്ഥത്തിലുള്ള ഒരു ദുർബലമായ ഹദീസ് ഇതും ഉദ്ധരിക്കാറുണ്ട്. നോക്കൂ നിങ്ങൾ, ഇതിന് ഏറ്റവും ഒരു മറുപടി കൊടുക്കുകയാണെങ്കിൽ നാം ഉപയോഗപ്പെടുത്തേണ്ട തഫ്സീറാണ് തഫ്സീർ റാസി. ഇമാം റാസി പറയുന്നു, വളരെ കൃത്യമായി തന്നെ പറയുന്നുണ്ട്, വഅലം, താങ്കൾ അറിയുക, അന്ന റാഫിദത ദഹബു ഇലാ അന്ന അബാ അൻ-നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാനൂ മുഅ്മിനീൻ. അതായത് റാഫിദിയാക്കൾ, ഷിയാക്കൾ അവർ വാദിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പിതാക്കന്മാർ വിശ്വാസികളായിരുന്നു എന്നും. വതമസ്സകൂ ഫീ ദാലിക ബിഹാദിൽ ആയത്തി വബിൽ ഖബർ. ഈ ആയത്താവുന്നു അവരുടെ ആധാരം. അവർ ഈ ആയത്താണ് ഉദ്ധരിച്ചത് തെളിവായിട്ട്. അതേപോലെ തന്നെ ഈ ഞാൻ പറഞ്ഞ ഈ ഹദീസും എന്താണത്? ലം അസൽ ഉൻഖലു മിൻ അസ്ലാബി ത്വാഹിരീന ഇലാ അർഹാമി ത്വാഹിറാത്ത്. ഈ ഹദീസ് ഷെയ്ഖ് അൽബാനി പോലുള്ള പണ്ഡിതന്മാരൊക്കെ ദുർബലമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇമാം അബൂ നുഐം അൽ അസ്ബഹാനി അദ്ദേഹത്തിൻ്റെ ദലായിലുൻ നുബുവയിലൊക്കെ ഉദ്ധരിച്ച ഒരു ഹദീസാണ് ദുർബലമായ ഹദീസ്. പക്ഷെ ആ ഹദീസിൻ്റെ പൂർത്തീകരണമുണ്ട്. അത് പലപ്പോഴും ഈ ബിദ്അത്തുകാർ വായിക്കുകയില്ല. എന്താണ് ആ ഹദീസ്? ആ ഹദീസ് തുടക്കം ഇങ്ങനെയാണ്: ലം യൽതഖി അബവായ ഫി സിഫാഹ്. എൻ്റെ മാതാപിതാക്കൾ ഒരിക്കലും അവീത ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ല. അഥവാ ഞാൻ ശരിയായ വിവാഹബന്ധത്തിലൂടെ ജനിച്ച പുത്രനാണ് എന്ന അർത്ഥമാണ് ആ ഹദീസിൻ്റെ ആരംഭം. അതിനുശേഷമാണ് ഏത്? ലം യസലില്ലാഹു അസ്സ വജല്ല യൻഖുൽനി മിൻ അസ്ലാബിൻ തയ്യിബ, നല്ല മുതുകളിൽ നിന്ന് ഇലാ അർഹാമിൻ ത്വാഹിറ, ശുദ്ധയായ ഗർഭാശയങ്ങളിലേക്ക് എന്നെ മാറ്റിയത് എന്ന ഹദീസിൻ്റെ പൂർത്തീകരണം. അപ്പോൾ അവിടെ ശുദ്ധമായ ഉദ്ദേശം എന്താണ്? തെറ്റായ ബന്ധത്തിലൂടെ ഉണ്ടായ സന്താനമല്ല എന്ന അർത്ഥമാണ് അവിടെ. ആ ഹദീസ് തന്നെ ദഈഫാണെങ്കിലും അതിൻ്റെ അർത്ഥം ആ ഹദീസ് തന്നെ വിശദീകരിക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ആ ഭാഗം മുറിച്ചെടുത്തിട്ടാണ് ശരിക്കും ഷിയാക്കൾ, പിഴച്ച സൂഫിയാക്കളൊക്കെ ഈ തെറ്റായ ഈ വാദം പറയുന്നത്. ഇത് സാന്ദർഭികമായിട്ട് നമ്മുടെ നാട്ടിലൊക്കെ നമ്മുടെ മൗലവിമാർ, പണ്ഡിതന്മാർ ശ്രദ്ധിക്കേണ്ടതാണ്. പലപ്പോഴും ഇമാം റാസി ഈ ഇഅലം അന്ന റാഫിദിയാക്കൾ ഈ കാര്യം പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞതിന് ശേഷം റാഫിദിയാക്കളുടെ ന്യായങ്ങൾ, ഹുജ്ജകൾ ഉദ്ധരിച്ചിട്ടുണ്ട്. ഈ നാട്ടിലെ സൂഫിയാക്കളുടെ ചെയ്യാറിയാണ് ആ ന്യായങ്ങൾ ഉദ്ധരിച്ച ഇമാം റാസിൻ്റെ അഭിപ്രായമാണെന്ന് പറയും. മനസ്സിലായില്ല? ഏതായത് ഷിയാക്കൾക്ക് പല ന്യായങ്ങളുമുണ്ട്. ഒന്നെന്താണ് ഈ ആയത്ത്, രണ്ടെന്താണ് ഈ ഹദീസ്. അതേപോലെ തന്നെ പല തെളിവുകളും ഉദ്ധരിക്കുന്നുണ്ട്. അതിന് മറുപടി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇമാം റാസി ഉദ്ധരിക്കുന്നുണ്ട് അവരുടെ ന്യായങ്ങൾ എന്ന അർത്ഥത്തിൽ. അത് ഇമാം റാസിയുടെ കൗലായിട്ട് ആര് കൊടുക്കും? ഈ സൂഫിയാക്കൾ കൊടുക്കും. അത് നാം പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇമാം റാസിയുടെ അവസാനത്തെ ആ ഖണ്ഡനമാണ് നാം വായിക്കേണ്ടത്, പഠിക്കേണ്ടത്. അല്ലാഹു തആല ബിദ്അത്തുകളിൽ നിന്ന് നമ്മെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. സത്യമായി മനസ്സിലാക്കുവാനും അത് ഉൾക്കൊള്ളുവാനും ജീവിതത്തിൽ പകർത്തുവാനും അല്ലാഹു തആല സഹായിക്കുമാറാകട്ടെ. അൽ ഇഹ്സാൻ എന്ന ആ മഹത്തായ മർത്തബയാണ് നാം പഠിച്ചത്.
അള്ളാഹു നമ്മെ എല്ലാവരെയും മുഹ്സീങ്ങളെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അങ്ങനെ മരണപ്പെട്ട് അള്ളാഹുവിനെ സ്വർഗം കരസ്ഥമാക്കിയ സജ്ജനങ്ങളിൽ അള്ളാഹു നമ്മെല്ലാവരെയും ഉൾക്കൊള്ളിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബീന വറസൂലിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ